സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, ബന്ധുക്കളുടെയൊക്കെ ഒരു വലിയ വലയം അവിടെ ഉണ്ടോ? കാരണം അമ്മയെ ഒക്കെ കൈത്താങ്ങായി അത്രയധികം ആളുകളുടെ ഒരു സപ്പോർട്ട് അവിടെ സ്വാഭാവികമായിട്ടും ആവശ്യമാണ്. അമ്മയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അല്ലെങ്കിൽ അച്ഛമ്മയും ഒക്കെ കൂടുതൽ തളരാനുള്ള സാധ്യതയുമുണ്ട്. എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ? മിഥുനെ കാണുന്നതിന് വേണ്ടി ഇപ്പോഴും നാട്ടുകാരും അതോടൊപ്പം തന്നെ അയൽക്കാരും എല്ലാം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ്. ഇനി എത്തേണ്ടത് ഒരാൾ മാത്രമാണ്. മിഥുൻ്റെ അമ്മ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 15 മിനിറ്റ് മുമ്പ് അവർ കരുനാഗപ്പള്ളി പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി എത്രയും പെട്ടെന്ന് ആ അമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ തികച്ചും വേദനാജനകമായ ഒരു കാഴ്ചകൾ തന്നെയാണ്. കാരണം മിഥുനെ ഒന്ന് അവസാനമായി കണ്ട് തിരിച്ചു മടങ്ങുന്ന അമ്മമാർ അതോടൊപ്പം തന്നെ അയൽക്കാരെല്ലാം ഇവിടെയുണ്ട്. ഒപ്പം അവൻ കളിച്ച് വളരുന്ന അവൻ്റെ കളിസ്ഥലങ്ങളാണ് ഈ സമീപത്തെല്ലാം തന്നെ കാണുന്നത്. മിഥുനെ എങ്ങനെയാണ്? ഞങ്ങളായി അടുത്തൊരു മോന, നല്ല സ്നേഹമുള്ളതാണ്. കുട്ടികളോട്ട് ഗ്രൗണ്ടിൽ കളിക്കാനൊക്കെ വരുന്നതാണ്. മറ്റ് പ്രശ്നമൊന്നുമില്ല. വലിയ കഷ്ടപ്പാട് നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നല്ലേ? അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പോകേണ്ടി വന്നത്. കടമൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഇതിങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ എന്താ തോന്നിയത്? എന്താ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഞെട്ടലായിപ്പോയി. എപ്പം നോക്കിയാലും ഒരു കുപ്പി അവൻ്റെ കാലിൽ ചവിട്ടിട്ടുണ്ടോ. നടന്നു വരുമ്പോഴൊക്കെ കടയിൽ പോയിട്ടൊക്കെ വരുമ്പോഴാണ് എപ്പോഴും കുപ്പിയും തട്ടി തോളുകൊണ്ട് തട്ടി ഇങ്ങനെ വരുത്തുള്ളൂ. അവനൊരു ഫുട്ബോളർ ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. കളിയാ എപ്പം നോക്കിയാലും അങ്ങനെ. പോയി കണ്ടോ ഇപ്പം പോയില്ല. പോകുന്നില്ലേ? തിരക്കൊന്നും തിരക്കല്ലേ. ഇങ്ങനെ എപ്പോഴും കളിച്ച് ചിരിച്ച് ഇതിലേ നടക്കുന്നത്. ഏത് സമയവും ഇങ്ങനെ ആക്റ്റീവ്. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ കളിച്ചേ നടക്കത്തുള്ളൂ. കുപ്പി തട്ടി നടക്കത്തുള്ളൂ. ഈ അമ്മമാരുടെ ആ വാക്കുകളിൽ നിന്നുണ്ട്. ഇതാണ് അവൻ കളിച്ച് നടക്കുന്ന കളിസ്ഥലം. ഒരു വലിയ ഗ്രൗണ്ടാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ഒരു ഫുട്ബോൾ കളിക്കാരനാകണം എന്നുള്ളതാണ് അവൻ്റെ ഏറെ നാളായുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് അവൻ ആ സ്കൂളിൽ NCCയിൽ അതോടൊപ്പം തന്നെ ഫുട്ബോളിലെല്ലാം സജീവമായി നിന്നത്. ഈ കാണുന്ന സ്ഥലത്ത് കളിച്ച് നടന്ന ഒരു കുഞ്ഞാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മണ്ണിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഇനി അധിക നേരത്തെ കാത്തിരിപ്പൊന്നുമില്ല. അമ്മ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് അവസാനമായി അവനെ കാണാനൊരു അവസരമുണ്ടാകും. അതിനുശേഷം അവൻ മണ്ണിനോട് ചേരും.